ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ജനറൽലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക. അവരുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ പറയുക. അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ്, അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ, ഇപ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത്, വാട്ട് ഈസ് ദെയർ കറൻറ്റ് ഫീലിംഗ്സ്, എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ദെയർ കറൻറ്റ് സ്റ്റാറ്റസ്. ഇവിടെ മൊറാലിറ്റി എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, കുറച്ച് മൊറാലിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. അതായത് തെറ്റ് ശരി എന്നതിനെ വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ അതായിരിക്കാം അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, 2 പേർക്കും തുല്യ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർക്ക് പ്രാധാന്യം കൊടുക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഇവർ ചിന്തിക്കും. ഞാൻ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്, എന്താണ് ശരിയായിട്ടുള്ള കാര്യം, ഇതൊക്കെ അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ പാരൻസ് ഒക്കെ എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ജോലി ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒരു പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയുടെ ഷോൾഡറിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ഫാമിലി മുഴുവനും അവരുടെ ചുമലിലായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മെച്ചമായിരിക്കണം എന്നവർക്ക് നിർബന്ധം ഉണ്ടായിരിക്കാം. മറ്റുള്ളവരെ ബാധിക്കാൻ പാടില്ല എന്നവർ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടായിരിക്കും. അവർ കാരണം കൊണ്ട് മറ്റാരും വേദനിക്കരുതെന്ന് അവർക്ക് വളരെയധികം നിർബന്ധമുണ്ടായിരിക്കാം. ഇവിടെ ഫൈറ്റിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് കാർഡ് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ അടുത്ത് അവർ പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്നുള്ളത് അവർ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളോട് കോമ്പറ്റീഷൻ ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് അവർക്ക്. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനോട് കോമ്പറ്റീഷൻ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഏതായാലും നിങ്ങൾക്കോ ആ ഒരു വ്യക്തിക്കോ വേറെ ആരോടെങ്കിലും ഒക്കെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരുന്നുണ്ട്. പക്ഷേ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ക്ഷമ പറയണമെന്നുണ്ട്, സോറി പറയണമെന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ആവശ്യമായേക്കും എന്നവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. വളരെയധികം ദുഃഖം അവർക്കുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ പേരിലായിരിക്കാം അവർ ഈ ഒരു റിലേഷൻഷിപ്പ് കോംപ്രമൈസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. മറ്റുള്ള ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖം നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു പേരിലുണ്ടായിരിക്കാം. അപ്പോൾ അതിവിടെ കാണുന്നുണ്ട്. എന്തായാലും ഒരു കോംപ്രമൈസിനുള്ള ഒരു ശ്രമം അവരുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുകയാണ്. ഒരുപക്ഷെ കുറച്ച് നാളുകളായിട്ടുണ്ടാവാം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലോ ആയിപ്പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ചില പേർക്ക് 2 പേർക്കും സംസാരിക്കാതെ ഇരുന്നിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് വരുമോ, നിങ്ങൾ അവരുടെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറുമോ, അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ അവർക്ക് ആശങ്കയുണ്ടായിരിക്കാം. ഇവിടെ മൊമെൻറ്റ് ടു മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഓരോരോ പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്.
ചിലപ്പോൾ നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാം ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ജോബ് നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥ, ചിലപ്പോൾ പണം നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥ, ബിസിനസ് ഡള്ളായിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ കരിയറിൽ ഒരു ചേഞ്ച് ഉണ്ടാവുക, അങ്ങനത്തെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെ പരിഹരിക്കാനും അതിനെ പ്രതിരോധിക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ബിലീഫ് സിസ്റ്റം അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. കുറച്ച് മൊറാലിറ്റിയൊക്കെ മുറുകി പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിത്വം നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, അവർ എന്ത് ചൂസ് ചെയ്താലും വളരെ ബുദ്ധിപൂർവ്വമാണ് ചൂസ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവർക്ക് ബെറ്റർ ഏതാണോ എന്നവർ എപ്പോഴും നോക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് അവരുടെ നേച്ചർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ വൈസ് കൗൺസിലർ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ വഴിയായിട്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കോംപ്രമൈസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു കോമൺ ഫ്രണ്ടിനെ അവർ സമീപിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ആരാധനാലയങ്ങൾ വഴിയായിട്ട് അവർ പ്രേ ചെയ്യുന്നുണ്ടാവാം, വഴിപാടുകൾ നേർച്ചകൾ ഒക്കെ നടത്തുന്നുണ്ടായിരിക്കാം. ഇവിടെ മൂന്നാമതൊരു വ്യക്തിയെ കൂടി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ വാച്ച് ചെയ്യുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവരെയൊക്കെ ഒരു മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ഇപ്പോൾ ചലഞ്ചസ് എല്ലാം അവസാനിച്ചു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ മനസ്സിൽ അതെല്ലാം സോൾവ് ആക്കാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചലഞ്ചസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ചലഞ്ചസ് ഒക്കെ അവസാനിക്കുന്നു. അവർ തിരിച്ചു വരുന്നു. ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ ഒക്കെ കൊണ്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ അകന്നു പോയതായിരിക്കാം, മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളിലെ ചലഞ്ചസ്, റിലേഷൻഷിപ്പിലെ ചലഞ്ചസ് ഒക്കെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രിയിലുള്ള ആളായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിലോ സംസ്ഥാനങ്ങളിലോ ഓർ കൺട്രീസിലോ ഒക്കെ ആയിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്, അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ കാണണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ചലഞ്ചസും ഡിപ്രഷനും ഒക്കെ അവസാനിച്ചിട്ട് ഒരു റീയൂണിയനിലേക്ക് വരുന്നു എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. പക്ഷേ അകന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട്, പരസ്പരം അവഗണിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് അവർക്കറിയാം. ചിലപ്പോൾ ഒരുപാട് ക്ലാരിഫിക്കേഷൻ പരസ്പരം കൊടുക്കുന്നുണ്ടായിരിക്കാം, കൊടുക്കേണ്ടതായി വന്നേക്കാം. അവരെന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹമായിട്ടും എന്നോട് ഇങ്ങനെ പെരുമാറിയത്, തിരിച്ച് അവരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ടാവും. അവർക്ക് അറിയാം ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരാം. വാക്കുകൾ പറയുമ്പോൾ പാർട്ട്ണർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇനി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ഇവർക്കറിയാം. അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാലും രണ്ടുപേരും എഫർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നവർ വിശ്വസിക്കുകയാണ്, രണ്ടുപേരും എഫർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ 5 ഓഫ് സ്വേർഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് ചീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. അതാണ് 5 ഓഫ് സ്വേർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ അവർ മനഃപൂർവ്വം അല്ലായിരിക്കാം മറ്റുള്ളവരുടെ പക്ഷം പിടിച്ച് സംസാരിക്കേണ്ടി വരിക, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വേണ്ടെന്ന് പറയുക. ഇതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ട്. അവഗണനയും അല്ലെങ്കിൽ വാല്യൂ തരാതിരിക്കലും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി പോകാനും നിങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നാനും ഒക്കെയുള്ള കാരണം. പക്ഷെ ഇവിടെ ഇപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഫാമിലി മൊത്തമായിട്ട് എല്ലാവരും ഒരുമിച്ച് നല്ല പോലെ വളരെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും മുന്നോട്ട് പോകാൻ തന്നെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. ഇത് കാണുന്നത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാരൻസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവിടെ വാല്യൂ തരാത്ത റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ കാണുന്നത് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പരസ്പരം വാല്യൂ തരുന്നില്ല, വാല്യൂ തന്നിട്ടില്ല, അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ അവർ നിങ്ങൾക്ക് വാല്യൂ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനിയും ലൈഫിൽ വാല്യൂ തരാതെയും നിങ്ങളെ വേദനിപ്പിച്ചും ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല, നിങ്ങൾ അതിനൊന്നും നിന്ന് തരില്ല എന്നവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർ നിങ്ങൾക്കിപ്പോൾ വാല്യൂ തരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പോയപ്പോൾ അവർക്ക് ഒരുപാട് വിഷമഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടാവാം. ഒരു പ്രോബ്ലം തീരുന്നതിന് മുമ്പേ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കി, നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് നല്ലതായിരുന്നു, നല്ല കാലഘട്ടമായിരുന്നു, നിങ്ങൾ അവരുടെ ലക്കി ചാമായിരുന്നു എന്നൊക്കെ അവർ ചിന്തിച്ചിരുന്നു. യെസ്, ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി. ഇത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ്. ഇപ്പോൾ അവർ ട്വിൻ ഫ്ലെയിം റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, കരിയർ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഇവർക്കൊരു ഭയപ്പാടുണ്ടായിരിക്കാം. അതുകൊണ്ട് മുന്നോട്ട് വരാനും നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാനും ഒക്കെ കുറച്ച് പേടിയും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും ശരിയാകുമോ എന്നൊക്കെയുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഡിവൈൻ പറയുകയാണ് ടൈം ഫോർ ആക്ഷൻ എന്നുള്ളത്. നീ ആക്ഷൻ എടുക്കാനുള്ള സമയമായി എന്നുള്ളത് ഡിവൈൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടും. ഗോ ഔട്ട്സൈഡ്. ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ അവരെ പുറത്തു നിർത്തിയിട്ടുണ്ടാവാം. കാരണം അവർ കാണിച്ചിട്ടുള്ള ചീറ്റിംഗ് എനർജി, അതുപോലെ തന്നെ നിങ്ങളെ വാല്യൂ കൊടുക്കാത്ത സിറ്റുവേഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. നിങ്ങൾ ഒരു സെൽഫ് വെർത്ത് ഉള്ള ഒരു വ്യക്തിയാണ്, സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപക്ഷെ അവരുടെ അടുത്ത് വിട്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളും മാറി നിന്നിട്ടുണ്ടാവണം. ഇവിടെ അവർ മനസ്സിലാക്കുകയാണ് നിങ്ങൾ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്, അല്ലെങ്കിൽ സെൽഫ് വർത്ത്ള്ളൊരു വ്യക്തിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. എക്സ്പ്രസ് യുവർ ലവ് എന്ന് പറയുമ്പോൾ അത് ഡിവൈൻ അവരോട് പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക. ഒരു പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ കുറച്ച് പിശുക്കുള്ള ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയാണുള്ളത്. അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. അവരുടെ ഒരു സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനോ ഒന്നും ഇവർക്ക് മടിയായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് അറിയില്ലായിരിക്കാം. അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതിനുശേഷം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം. രണ്ടുപേരുടെ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് കാലത്തിന് ശേഷം ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ഡീപ്പ് കോണ്ടംപ്ലേഷൻ. പക്ഷേ അവർ ഇപ്പോൾ ഒരുപാട് ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ മാറി നിന്നപ്പോൾ അവർ, അല്ലെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയപ്പോൾ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ലവ് കൊടുത്തപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു വരണം. കാരണം നിങ്ങളിൽ സ്നേഹം നിറഞ്ഞപ്പോൾ ആ ഒരു സ്നേഹം ഇവർക്ക് വേണം. അതുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ആഴത്തിലാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ വളരെ ലോയലായിട്ടാണ് നിൽക്കുന്നത്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല, ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ ഉണ്ടായിരുന്നു. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അവർ മറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ വളരെ ലോയലായിട്ട് നിൽക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ഏറെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. കാരണം അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ന്യൂ ലവ്, പുതിയൊരു പ്രണയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി ചില പേരുടെ കാര്യത്തിൽ ഓൾറെഡി ഇതിനോടകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരാൾ വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഒരാൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം ഇതുപോലത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് ചാഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയൊരു പ്രണയമായിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ഡെക്ക് പ്രഗ്നൻസി എന്നുള്ളതാണ്. ചിലപ്പോൾ വാച്ച് ചെയ്യുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതും സാധ്യമാണെന്ന് ഏഞ്ചൽ പറയുകയാണ്. പഴയതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പുതിയൊരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രണയമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നെയിം AFJYGDPTEC എന്നാണ് കിട്ടിയിരിക്കുന്നത്. N എന്ന് കിട്ടിയിട്ടുണ്ട്, O എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത്. ഇവിടെ തൃശ്ശൂർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഔട്ട് ഓഫ് കൺട്രി കോഴിക്കോട്, കോട്ടയം, പാലക്കാട്, ബാംഗ്ലൂർ,
വയനാട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത്. 48, 34, 27, 6 എന്നൊരു നമ്പർ, 3 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 20, 12 ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, 8 ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, 42 ഏജ് ആവാനുള്ള സാധ്യതയാണുള്ളത്, 29, 2 എന്നൊരു ഡേറ്റ്, 666, 11, സാജിറ്റേറിയസ്. ക്യാൻസർ, സ്പൈസീസ്, ഡാർക്ക് കോംപ്ലക്ഷൻ, ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കുക നിങ്ങൾ തമ്മിൽ, വീറ്റിഷ് കോംപ്ലക്ഷൻ, ബ്ലൂ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം, ബാൾ ഹെഡഡ്, പാരൻസ് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം, വൈറ്റ് യൂണിഫോം, ഷോർട്ട്, വളരെ പൊക്കം കുറഞ്ഞ ആൾക്കാരായിരിക്കാം, ഫാമിലി അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. ഡിയർ ആർക്കേഞ്ചൽ സാമുവൽ, പ്ലീസ് ഗിവ് മീ എ റൊമാൻസ് മെസ്സേജസ്. യെസ്, ബിഗ് ഹാപ്പി ചേഞ്ചസ്. യെസ്, വലിയ സന്തോഷമുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ആർക്കേഞ്ചൽ സാമുവലിൻ്റെ സന്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമുള്ള മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ്. ഡിയർ ആർക്കേഞ്ചൽ, താങ്ക് യു ഫോർ എ ഗുഡ് റീഡിങ്. താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.